ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെക്കുറിച്ച് പൊതുവേ കേരള സമൂഹത്തിനകത്ത് ഒരു പൊതു ഇമ്പാക്റ്റ് ഉണ്ട് അവരെക്കുറിച്ച്. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ത്രീയെ അവർ പോസ്റ്റർ അടിച്ചു വെച്ചിട്ട് അവർക്ക് കൊച്ചിയിൽ മത്സരിക്കാൻ പറ്റിയില്ല. അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയി മത്സരിച്ചു, വിജയിച്ചു. പക്ഷെ അവരെ മാറ്റി നിർത്തിയിട്ട് താരതമ്യേന അത് അവരുടെ പാർട്ടിയുടെ ഡിസ്ക്രിപ്ഷനാണ്, അതിലൊന്നും എനിക്ക് വേറെ ഒപ്പീനിയൻ ഇല്ല. പക്ഷെ അപ്പോഴും അവരെന്തിന് തഴയപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അപ്പം ഇങ്ങനെ ഓരോരുത്തർ കപ്പാസിറ്റി ഉള്ള ആളുകളെയെല്ലാം ഒരു സൈഡ് ലൈൻ ചെയ്താണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻ അവിടെ ഇല്ല. ഇനി ഇപ്പുറത്തേക്ക് നിങ്ങൾ വരുമ്പോൾ KK ശൈലജ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. KK ശൈലജ മുഖ്യമന്ത്രിയായി വരുമെന്നൊക്കെ പറഞ്ഞു. അഴിമതിയുടേതായിട്ടുള്ള കറ അവരുടെ മുഖത്തുണ്ട്, അവരുടെ കയ്യിലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും KK ശൈലജ ഒരു ബിംബമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയ ബൂമിംഗ് ഒക്കെ നടന്നിരുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്തത്? ആ സമയത്ത് അവരെ സൈഡ് ലൈൻ ചെയ്തു. KR ഗൗരിയമ്മയ്ക്ക് സംഭവിച്ചതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അവരെ സൈഡ് ലൈൻ ചെയ്തു. ഇപ്പോൾ അവരെ കൊണ്ടുവന്ന് വടകരയെ നിർത്തി തോപ്പിച്ചു. എന്തിനാണ് വടകരയെ നിർത്തി തോപ്പിച്ചത്? അവർ MLA ആയിരുന്നല്ലോ. അവിടെ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? വേറൊരു പുരുഷ സ്ഥാനാർത്ഥി നിർത്താമല്ലോ. എന്തുകൊണ്ടാണ് നിർത്താത്തത്? വടകരയിൽ പർപ്പസ്ഫുള്ളായി അവരെ കൊണ്ട് നിർത്തി. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി അവിടുത്തെ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്ക് ഇംഗിതപ്പെടുന്ന ഒരാളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി CPM ആണ് അവിടെ സംവിധാനം ഒരുക്കി കൊടുത്തത്, അല്ലെന്ന് പറയാമോ?